നമസ്കാരം. രാജ്യതന്ത്രവും രാജ്യഭരണവും രണ്ടാണ്. രാജ്യഭരണം കഴിവുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ രാഷ്ട്രതന്ത്രം വെറും കഴിവ് മാത്രം പോരാ, വളരെ കൃത്യമായ നീക്കങ്ങൾ അറിയാൻ പറ്റുന്ന ശേഷിയുണ്ടാവണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് രാജ്യതന്ത്രത്തിൻ്റെ പേരിലാണ്. ലോകരാഷ്ട്രങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാമ്പത്തികവും സൈനികവുമായ സഹകരണത്തിലൂടെ നമ്മുടെ രാജ്യത്തെ 2047 ആക്കുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ, വികസിത രാജ്യമാക്കി മാറ്റാനുള്ള നെട്ടോട്ടത്തിലാണ് മോദി. എന്നാൽ അതത്ര എളുപ്പമുള്ള പണിയല്ല. പണ്ടൊക്കെ ലോകത്തിന് 2 ചേരി ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചേരിയിൽ നിലയുറപ്പിച്ചാൽ ആ ചേരിയിലെ പ്രധാനികൾ അവരെ ചേർത്ത് പിടിക്കും, അവർക്ക് വേണ്ട സഹായം ചെയ്യും. സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായിരുന്നു 2 ചേരികളെയും നിയന്ത്രിച്ചിരുന്നത്. ചേരി ചേര രാഷ്ട്രം എന്നാണ് നെഹ്റു ഇന്ത്യയെ വിളിച്ചതെങ്കിലും ഇന്ത്യ സോവിയറ്റ് യൂണിയനൊപ്പമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ 90കളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്കൻ മേധാവിത്വത്തിന് കീഴിലേക്ക് ലോകം മാറി. ആ അനിശ്ചിതത്വത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തിയത് ദക്ഷിണാശാലിയായ നരസിംഹറാവു ആയിരുന്നു. അദ്ദേഹമാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് പറയേണ്ടിയിരിക്കുന്നു. നരസിംഹറാവു മുതൽ മോദി വരെയുള്ള ഭരണാധികാരികൾ തന്ത്രപരമായി അമേരിക്കയുമായി നല്ല ബന്ധം തുടരുകയും അതേസമയം സോവിയറ്റ് യൂണിയൻ്റെ അവശിഷ്ടമായ റഷ്യയെ കൈവിടാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ടായത് ട്രംപിൻ്റെ ആദ്യ ഭരണത്തിന് കീഴിലായിരുന്നു. എന്നാൽ ട്രംപ് രണ്ടാമതെത്തിയതോടെ നിലപാട് പൂർണ്ണമായും മാറി. ട്രംപിന് ഏതെങ്കിലും ഒരു ശക്തിയോട് താല്പര്യമില്ല, അമേരിക്കയോട് മാത്രം താല്പര്യമുണ്ടായപ്പോൾ സഖ്യകക്ഷികളെപ്പോലും തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടായി. പരമ്പരാഗതമായി അമേരിക്കയുടെ ഭാഗം എന്ന പോലെ പ്രവർത്തിക്കുന്ന കാനഡയെപ്പോലും ട്രംപ് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇന്ത്യക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധം വലിയ പ്രതിസന്ധിയാണ് ഈ രാജ്യത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. രൂപയുടെ വിലയിടിയുന്നതിന് ഏറ്റവും നിർണായകമായത് ഈ പ്രതിസന്ധി തന്നെയാണ്. കിറ്റക് സാബുവിനെ പോലെ നൂറുകണക്കിന് ഇന്ത്യൻ വ്യവസായികൾ പ്രതിസന്ധിയിലായി. നീണ്ട ചർച്ചകൾക്കൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ട്രംപ് ഇറാന്റെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇതോടെ ലോകക്രമത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇറാൻ അമേരിക്കയോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പോലും ബോധ്യപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് പലതരത്തിലുള്ള സൈനിക വ്യാപാര സഖ്യങ്ങൾ രൂപപ്പെടുന്നത്. അതിലേറ്റവും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു മക്ക സഖ്യം. സൗദി അറേബ്യയിലെ മെക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുർക്കിയും പാകിസ്ഥാനും സൗദിയും തമ്മിൽ സൈനിക സാമ്പത്തിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യ ആശങ്കയോടെയാണ് കാണുന്നത്. ആദ്യം പാകിസ്ഥാനും സൗദിയും തമ്മിലായിരുന്നു കരാർ. പിന്നീട് ആ കരാറിലേക്ക് തുർക്കി കൂടിയെത്തുകയായിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ ഇസ്ലാമിക രാജ്യമെന്നറിയപ്പെടുന്ന തുർക്കി ഈ സഖ്യത്തിൽ വന്നതോടെ ഇതൊരു ഇസ്ലാമിക സഖ്യമാക്കി മാറ്റാനുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ്. ആ സഖ്യത്തിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ നടത്തുന്ന നാടകീയമായ നീക്കത്തെ ഇന്ത്യയും അമേരിക്കയും സംശയത്തോടെ വീക്ഷിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചയ്ക്കാണ് പാകിസ്ഥാൻ സൈനിക മേധാവി മുനീർ ടെഹ്റാനിലേക്ക് പറക്കുന്നത് എന്ന് പറയുമ്പോഴും അതിന് ലക്ഷ്യം അതല്ലെന്നും തുർക്കിയും പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള മക്ക സഖ്യത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നുമുള്ള റിപ്പോർട്ടുണ്ട്. ഇന്ത്യ വളരെയേറെ സംശയത്തോടെയാണ് ഇന്ന് കാണുന്നത്. അമേരിക്കയുടെ തന്ത്രമാവാം പാകിസ്ഥാനെ മുൻനിർത്തിയുള്ള നീക്കമെന്ന് പോലും ഇന്ത്യ സംശയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെയോ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോവുക സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ രാജ്യതന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയുമായുള്ള ഭിന്നതകൾ പരമാവധി പരിഹരിച്ചു പോവുകയാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടി നിരവധി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പോകുന്നത് ചൈനയുടെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ്. അതിർത്തിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ പരസ്പരം തുറന്ന മനസ്സോടെ ചർച്ച ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് പരിഹരിക്കുകയാണ് ലക്ഷ്യം. അതേസമയം ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ രാജ്യങ്ങളുമായി ഇന്ത്യ സഖ്യത്തിലേർപ്പെടുന്നത് ലാഭം നോക്കിയല്ല, ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്താനാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിരുന്നു ചൈനയെ ആശ്രയിച്ച് സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കിക്കൊടുക്കുകയും ഈ രാജ്യങ്ങൾക്ക് കടം കൊടുത്ത് അവരെ വരുതിയിലാക്കുകയുമാണ് ചൈന ചെയ്തത്.
ചൈനയുമായുള്ള കടബാധ്യതകൾ ഒരു കാലത്തും തീരില്ലെന്നും ഇങ്ങനെ മുമ്പോട്ട് പോവുക സാധ്യമല്ലെന്നും തിരിച്ചറിഞ്ഞ് പരമാവധി ചൈനയോടുള്ള ആശ്രയത്വം അവസാനിപ്പിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനവുമായി രംഗത്ത് വരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ നിരന്തരമായി യാത്ര ചെയ്യുകയും ഈ രാജ്യങ്ങളുമായി ഇന്ത്യ നേരിട്ട് പല കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ലാറ്റിൻ അമേരിക്കയെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതും കാനഡ പോലും അമേരിക്കയ്ക്ക് ബദൽ ലോകക്രമം വേണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നതുമൊക്കെയാണ് ഇന്ത്യ രംഗത്തിറങ്ങാൻ കാരണം. അർജന്റീനയും ബ്രസീലും ചിലിയും യുറുഗ്വായും പരഗ്വായും ഒക്കെയാണ് ഇന്ത്യയുടെ ലാറ്റിൻ അമേരിക്കൻ കണ്ണുകളായി മാറുന്നത്. ഈ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയും UAEയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ്. UAEയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇന്ത്യ UAE വ്യാപാര കരാർ പോലെ തുറന്ന മനസ്സോടെ ഒരു വ്യാപാര കരാറിന് ശ്രമിക്കുകയാണ് ഇന്ത്യയും ചിലിയും തമ്മിൽ. അർജന്റീനയും ബ്രസീലും യുറുഗ്വയും പരഗ്വായും അടങ്ങുന്ന മെർക്കോസൂർ കൂട്ടായ്മ കൂടുതൽ വിപുലപ്പെടുത്താനാണ് മറ്റൊരു നീക്കം. അതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിനിധികൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ബ്രസീലുമായി ഇന്ത്യക്ക് 15 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരമാണ് ഉള്ളതെങ്കിൽ അർജന്റീനയുമായി 6 ബില്യൺ ഡോളറിൻ്റെത് മാത്രമാണുള്ളത്. ചിലിയുമായി ഏതാണ്ട് 6.5 ബില്യൻ്റെയും. ഇതിൽ വ്യാപാര കമ്മി ഇന്ത്യക്കെതിരാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ഇക്കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താനും നികുതി സംബന്ധിച്ച് ഇളവുകൾ വരുത്താനുമുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുമ്പ് ഇന്ത്യ ഒരു ആഗോള സഖ്യം തന്നെ രൂപപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. റഷ്യയുമായുള്ള ബന്ധം അതീവ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ശക്തിപ്പെടുത്തുകയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം 100 ബില്യണിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ ചൈനയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വിപുലപ്പെടുത്തുകയും ചെയ്യുന്നത് വെറുതെയല്ല. അമേരിക്കയ്ക്ക് ബദലായി ഇന്ത്യക്ക് വിപണി കണ്ടെത്തണം. ചൈനയ്ക്ക് ബദലായി പാവപ്പെട്ട രാജ്യങ്ങൾക്ക് രക്ഷകരെ കൊണ്ടുവരണം. ഇതിനെല്ലാം റഷ്യയുടെ പിന്തുണ വേണം. അതേസമയം ചൈനയുമായി പ്രശ്നമില്ലാതെ പോവുകയും ചെയ്യണം. അങ്ങനെ അതിവിപുലമായ രാജ്യതന്ത്രജ്ഞതയാണ് മോദി ഇപ്പോൾ പയറ്റാൻ ശ്രമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാക്കിയിരിക്കുന്ന അനിശ്ചിതത്വവും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യാപാര യുദ്ധമുണ്ടാക്കുന്ന പണപ്പെരുപ്പവുമൊക്കെ അവസാനിപ്പിക്കാൻ ഇത്തരം ബദൽ വഴികൾ മാത്രമാണ് ഉചിതമെന്ന് തിരിച്ചറിഞ്ഞ് ധൃതി പിടിച്ചുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.